നന്മകളും ആത്മിക നന്മകളും ഭൗതിക നന്മകളും പ്രാപിക്കുമ്പോൾ കുറേക്കൂടെ വിനയപ്പെട്ടോണം. പറയണം, ദൈവമേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ലായിരുന്നു, ഇതിനൊന്നും ഞാൻ അർഹനുമല്ലായിരുന്നു. അവിടുത്തെ കരുണയാണല്ലോ. എൻ്റെ ഭാഷ പറഞ്ഞ ആനന്ദ കണ്ണീർ ഒഴുകിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടമാണ്. ഞാൻ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് അങ്ങനെ വലിയ യാത്രയില്ല, ഒറ്റയ്ക്കൊക്കെ ചില സാഹചര്യത്തിൽ ഇരിക്കുകയും ചിലപ്പോൾ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഇതെല്ലാം ചിന്തിക്കും. നിങ്ങളും അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. നമ്മളെ താഴ്ത്തിക്കുവാണ്. ഇതിനൊന്നും ഞാൻ ഹൃദയം തുറന്ന് പറയാം, ഹൃദയം തുറന്ന് എനിക്ക് ഈ ഒന്നും ദൈവം ഇനി ഒന്നും തന്നില്ലേലും എനിക്കൊരു എതിരും ഒരു വിഷയവും ഇല്ല. തെറ്റിദ്ധരിക്കരുത്. വേട്ടാ, അതൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഒന്നും വിഷയമല്ല. ഏറ്റവും വലിയ ഭാഗ്യം ഈ മാർഗത്തിൽ വന്നതാണ്. അതിലും ഏറ്റവും പിന്നെ ശ്രേഷ്ഠത ഈ മഹനീയമായ ശുശ്രൂഷയ്ക്ക് ദൈവം ആക്കി. ഇത് കൂടുതൽ ദൈവം എന്നാ ചെയ്യാൻ? ഞാൻ ദൈവസന്നിധിയിൽ ഓർത്ത് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഒരു വിഷയം, എന്നേക്കാൾ കഴിവുള്ള, സൗന്ദര്യമുള്ള, ജ്ഞാനമുള്ള, കരുത്തുള്ള, ശ്രേഷ്ഠതയുള്ള, മിടുക്കരും ശ്രേഷ്ഠരും സൗന്ദര്യ സമ്പൂർണരും ജ്ഞാനസമ്പൂർണരുമൊക്കെയായ ശക്തിയുള്ള ദൂതന്മാര് ഞാൻ ഈ ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചു. ദൈവം കൊടുത്തില്ല. ജ്ഞാനമില്ലാതിരുന്ന, കഴിവില്ലാതിരുന്ന, സൗന്ദര്യമില്ലാതിരുന്ന, കുടുംബശ്രേഷ്ഠതയില്ലാതിരുന്ന, യാതൊരു യോഗ്യതയില്ലാതിരുന്ന എനിക്ക് ഈ ദൈവം ഈ ശുശ്രൂഷ നൽകും. ഇത് മാത്രം ഓർത്താ മതിയല്ലോ, പോരെ? പിന്നെന്തിനാ ഭാരപ്പെടുന്നത്? ഈ ചിലര് ഈ ഗുണം പിടിക്കാത്തവനൊക്കെ ഒത്തിരി ഉണ്ട്. ചിലർ വന്ന് ചോദിക്കും, പാസ്റ്റർ വീട് വെച്ചു, നാളൊരുത്തം വന്നു വീട് വെച്ചു, അവനെ പ്രസംഗിക്കാൻ വിളിക്കുന്നതിന് പ്രസംഗിച്ചു പോയപ്പോരെ ഞാൻ വീട് വെച്ചു വന്നിവന്. അവൻ കുടുംബകലം ഉണ്ടാക്കുക. ഇത് കേൾക്കുമ്പോ പെണ്ണുങ്ങളാളകും. തമാശ പറഞ്ഞതല്ല. ചിലയിടത്ത് പാസ്റ്റർമാരുടെ ഭാര്യമാരെല്ലാരും ഒന്നും വിളിയുള്ളതല്ല. അല്ലല്ല, ഒരിളക്കത്തിന് ചാടിയതാ. അങ്ങനെ ഇപ്പൊ ആരാണ്ട് പറഞ്ഞുകൂടെ മോളി കർത്താവ് വിളിച്ചെന്ന്. ഉമ്മ ഒത്തിരി കല്യാണം വന്നു, ഒന്നും നടന്നില്ല. എന്നാ പിന്നെ ഇനി ആരുടെയും കൂടെ വിടുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. എന്നാ ഉള്ളതാട്ടെ, പാസ്റ്ററെങ്കിൽ പാസ്റ്റർ, വാഷറെങ്കിൽ വാഷർ. എന്നാ വേലയ്ക്ക് വിളിയുള്ളവരുണ്ട്, അവരെ കണ്ടാൽ അറിയാം. ഒരാൾ അടുത്ത കാലത്ത് വീട് പണിത്, ഞാൻ പറഞ്ഞ പണി നടന്നുകൊണ്ടിരിക്കാം. ഞങ്ങൾക്കും ഇങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു എത്തറ്റവാ? ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല എത്രയാന്ന്, നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ടും പുള്ളിക്ക് പിടി കിട്ടിയില്ലെന്നുള്ളതാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഇത്ര അങ്ങ് പമ്പര വിട്ടിയായല്ലോ. സ്തോത്രം. ഞാൻ പിന്നെ പല വിഷയത്തിന് തടി ഊരുന്നത് പഴയ പാട്ട് പാടി രക്ഷപ്പെടും. ഞാനൊന്നും മറുപടി പറയത്തില്ല. ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്ന് വീട് വെച്ചില്ല എന്നൊക്കെ പുള്ളിക്കാരിയോടും കൂടെ ചേർത്ത്, സ്ത്രീകളല്ലേ, ബലഹീന മാത്രമല്ലേ, കുറ്റമല്ല, അതൊക്കെ കേട്ടപ്പോൾ അവർക്കും വിഷമമുണ്ടായി. കാരണം വരുന്ന പാസ്റ്റർമാരല്ല 2 കൊല്ലം കഴിഞ്ഞപ്പോഴേ വീട് വെച്ചു, 3 നില വീട്, 5 വണ്ടിയും മേടിച്ചു. ഇതൊക്കെയല്ലേ കേൾക്കുന്നത്? കൂടുതലും കേൾക്കുന്നത് കോടികളിട്ട് അമ്മാനമാടുന്നു. അപ്പൊ അവിടെ വന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ വൈകിട്ട് യോഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഇടമ്പന് നിൽക്കുക. ആ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ എന്നാ, എൻ്റെ എല്ലാം മൂടി വെച്ച് നിങ്ങളെ മാത്രമാണെന്നാ പറയുന്നത്. ഞാൻ ബുദ്ധിയോടെ ഒന്നും വേണ്ടിയില്ല, കാരണം അതൊരു ഉറങ്ങണമല്ലോ. പിന്നെ നമ്മൾ ബുദ്ധിയോടെ ഇടപെടേണ്ടത് ഒന്നും വേണ്ടിയില്ല. പിന്നെ വെളുപ്പിനെ പാട്ട് പാടാൻ നേരത്ത് ഞാൻ നല്ല കൊള്ളിച്ച് പാട്ട് പാടി. വിടുമില്ലാരുമില്ലൊന്നുമില്ലേ ലോകത്തിൽ നമുക്ക് നോർക്കുക നീ,
വീടുമില്ലാരുമില്ലൊന്നുമില്ലീ ലോകത്തിൽ നമുക്ക് നോക്കുക നീ. വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെയും വിട്ടകലും നീ. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു? ക്രിസ്തന്റെ കാഹളം ഊതും. എല്ലാരും വെള്ള. കാള വീട്ടിലെ അമ്മാമ്മ കാഞ്ചീപുരം 55,000 കാശ് കുറഞ്ഞ ഇടത്തരക്കാരി അമ്മാമ്മ 30,000 കുറച്ചുകൂടെ കാശിന് പരുവക്കേടുള്ളവര് 3,000. വീട്ടി ഓലയ്ക്കും റോഡ് പണിക്കും പോകുന്ന സഹോദരി 150. എല്ലാരും ഒരു സഭയെ. തെറ്റാ. മനുഷ്യനല്ലേ? വീണ്ടെടുപ്പ് നടന്നിട്ടില്ലല്ലോ. ചിലപ്പോ ഒന്ന് നോക്കിയെന്ന് വരാം. ആ നോട്ടത്തിൽ അടുത്തിരിക്കുന്ന കളർ കൂടിയ സാരി കൊടുത്ത അല്ലെങ്കിൽ ഷർട്ടിട്ട പാൻറ്റിട്ട സഹോദരനെയും സഹോദരിയും കാണുമ്പോൾ മനുഷ്യനല്ലേ? ചിന്ത ഉണ്ടാകും, ദൈവമേ നമുക്കിതിനുള്ള മാർഗം ഇല്ലല്ലോ. മനപ്രയാസം ഉണ്ടാകും. കുറഞ്ഞ പക്ഷം ആരാധനയ്ക്കെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാരും ഒരേ കളറാകുമ്പോ നോക്കി എല്ലാം വെള്ള തന്നെ, പിന്നെ മേളിലോട്ട് നോക്കിയത് അത് അന്ന് പുള്ളിക്കാരി അങ്ങോട്ട് പറഞ്ഞു പോലും ചോറണം. എനിക്കന്ന് എന്തെല്ലാം കാര്യങ്ങളാ അന്ന് ഇതുപോലെ. ഞാൻ ഒന്നും മിണ്ടില്ല. വൈകിട്ട് വിസമയുണ്ടേ ഒന്നും ഞാൻ മിണ്ടുകയല്ലോ. നേരത്തെ ഇതിലെ പ്രാർത്ഥന പാട്ട് നല്ല കൊള്ളിട്ട് രാവിലെ ഒരു പാട്ട് പാടി. സ്തോത്രം. കല്ലുണ്ടും പല്ലും സാഗിക്കണം നാം ഇനിയും. ഉള്ള വെളിച്ചത്തെ കൊള്ള ചെയ്തിടുന്ന കള്ള സഹോദര ഉള്ളതിനാൽ വേഗം പോക ഇനി നമുക്ക്. നാടില്ല വീടില്ല കൂടുമില്ല കൂടെ വാരാനേറെയാളുമില്ല. മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ മോടിയുള്ള വസ്ത്രം മേനിമേൽ. ഏനാമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്. ഏനാമില്ലെങ്കിലും ഓ മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവ. മോടിയുള്ള വസ്ത്രം ഏനാമില്ലെങ്കിലും ആനന്ദമേ നമുക്ക് പോകാം ഇനി നമുക്ക്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള പഴയ പാട്ടുകളൊക്കെ പഠിച്ചാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ പിന്നെ ഞാൻ പല കാര്യവും എൻ്റെ അനുഭവത്തിൽ നിന്നായി പറയുന്നത്. സ്തോത്രം. ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. നമുക്ക് വേണ്ടി ഒരു വിശേഷമായ കാര്യം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്.
അപ്പൊ ഈ ദീനാമ ഇതെല്ലാം കൂടെ ഉടുത്തൊരുങ്ങി. ഞാൻ പെന്തിക്കോസ്തുകാരുടെ നിർത്താം. ഡാൻസ് കലോ പ്രോഗ്രാമിന് പിള്ളേരെ കുച്ചിപ്പുടി, ഭരതനാട്യം, ഡാൻസ്, പിന്നെ ഇത് വേറെ ആമ്പിള്ളേർ കാണിക്കുന്ന ഡാൻസ് ഉണ്ടല്ലോ അവിടെ, എന്തുവാടാ ഇനി പറഞ്ഞു ഇങ്ങനെ കുലുങ്ങുന്നേ ഡിസ്കോട്ടാണോ നീ ചോദിക്കാന്നോ? ഞാൻ നിന്നോട് ചോദിച്ചേ. അവൻ നിന്നോട് ചോദിക്കുന്നു ഡിസ്കോ ഡാൻസ് ആണോ, നീ ഏതിനേലും ചേർന്നിട്ടുണ്ടോ? ആ അതോ മിടുക്കൻ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൻ വരത്തില്ല, അവൻ ആള് പറയാ. നീ വരത്തിന് ചേർന്നോ? ഡാൻസിന് വല്ലതും ചേരുവോ? മിടുക്കൻ, സ്തോത്രം. പിള്ളേരെ 119 സങ്കീർത്തനം മാത്രമല്ല കാണാനോ പഠിപ്പിക്കേണ്ടത്, പത്യോപദേശം പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക്. 119 സങ്കീർത്തനം സെക്ഷന്റെ ഇത് നമ്മുടെ സി അങ്ങ് നല്ലതാ. അത് പറഞ്ഞ് കാണാനോ പറഞ്ഞാച്ച് 4 ട്രോഫി കൊണ്ട് വെക്കുന്നതല്ല വിഷയം. പിള്ളേർക്ക് പത്യോപദേശം പറഞ്ഞു കൊടുക്കുന്നതാ വിഷയം. പിള്ളേരുടെ പറഞ്ഞ പ്രായമുള്ളവർ എഴുന്നേൽക്കണം, ബഹുമാനിക്കണം, വേണ്ടേ? പ്രായമുള്ള അപ്പൻ ഇങ്ങോട്ട് വരും. അപ്പം തിണ്ണയിലിരിക്കുമ്പോൾ പ്രായമുള്ള അപ്പൻ ഉണ്ടെങ്കിൽ, പണ്ടൊക്കെ അങ്ങനെ പ്രായമുള്ള അപ്പം ഭൂമുഖത്തുണ്ടെങ്കിൽ കൊച്ചു പെമ്പിള്ളാർ അകത്ത മുറിയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അമ്മമാര് പറയും, ഡി ഉച്ചാന ഓടിപ്പുണ്ട് പുറപ്പെടുപ്പാൻ പറ. ഇതിലേ പോകുന്നതായിരിക്കും എളുപ്പം. എന്നാലും അപ്പൻ വാതുക്കൽ പത്രം വായിച്ചോ വേദപുസ്തകം വായിച്ചോ, അല്ലെ അപ്പൻ രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിരിക്കുകയാണെങ്കിൽ കൊച്ചു പെമ്പിള്ളേർ തുള്ളി കളിച്ച് വരുമ്പോൾ അമ്മമാര് പറയും, എന്തോടി അങ്ങനെ കാലമുണ്ട്. ഇപ്പോഴോ ഇപ്പം നീ അവിടെ പത്രം വായിച്ചെന്ന ഒറ്റയടിക്കുന്നതിനെ കനാലിൽ കളയും. കാരണം അവർക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക, നീ അവിടെ ഒറ്റയടിക്കും വാതൊക്കെ ഇരിക്കുന്നത് നാശം അടിക്കുന്നതിനെ കനാലിൽ കളയും. നീ അപ്പനാന്നും പറഞ്ഞ ചാർത്തിനകത്തെങ്ങാനും പോയി പാത്തിരുന്നോണം. സ്തോത്രം. മലാഖി ചോദിച്ചു, ഞാൻ അപ്പനെങ്കിൽ ബഹുമാനയോടെ. പ്രായമുള്ള അപ്പനെ ബഹുമാനിക്കണം, പ്രായമുള്ള അമ്മയെ ബഹുമാനിക്കണം. അല്ല മറുഭാഷ മാത്രം പറഞ്ഞ് നെടുകാടന്നാ പോലെ തമ്പേറും തല്ലി പൊട്ടിച്ച് നരച്ച തല. ഇപ്പം നരപ്പിക്കുന്നതല്ല, എല്ലാം കറുപ്പിക്കുകയല്ലയോ, പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അത് നീ അനുഭവിക്കുക, കറുപ്പിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. എന്തുവാ രണ്ടുപേരുടെ, ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുക, രണ്ടുപേരുടെ എന്തോ കുരുക്കാന്നോ എന്തുവാ എന്ത് അതല്ല, ഞാൻ പിന്നെ അത് തന്നെ പറയുന്നു. സ്തോത്രം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ള അമ്മയെ ബഹുമാനിക്കണ്ടേ, അപ്പച്ചനെ ബഹുമാനിക്കണ്ടേ, പിള്ളേരെ അത് പറഞ്ഞു കൊടുക്കണം. പ്രായമുള്ള അമ്മയുടെ വസ്ത്രം കൊച്ചു പെമ്പിള്ളേരുണ്ടെ കഴുകി കൊടുക്കണം, കഞ്ഞി മുക്കി തേച്ചു കൊടുക്കണം. തേപ്പോട്ട് കണ്ട് അമ്മയെ തേക്കരുത്. ഒത്തിരി നാളായിട്ട് അമ്മച്ചി വന്ന് തേക്കണം എന്ന് ഞങ്ങൾ കുടുംബമായിട്ട് പ്രായമുള്ള അപ്പച്ചൻ മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ പാൻറ് ഉണ്ടെങ്കിൽ പാൻറ്, ഏത് വസ്ത്രമാണ് അതൊക്കെ കഴുകി കൊടുക്കണ്ടേ, പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് കഴുകി തേച്ച് അവരുടെ കൈ കൊടുക്കണം. യോഗത്തിനവർ വരാൻ താല്പര്യമുണ്ട്, അവരെ പിടിച്ചോണ്ട് കൊണ്ടുവരണം, തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അല്ല ഹോളിൽ തേച്ച് മുങ്ങരുത്. ചെയ്യേണ്ട കാര്യം ചെയ്യണം, ബഹുമാനിക്കണ്ടേ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അതാ പുസ്തകത്തിലെ പ്രമാണം. അല്ല അപ്പനെ അമ്മയെ അനാഥശാല ഇടുകയല്ല. നമ്മുടെ സഭയ്ക്ക് അനാഥശാല ഉണ്ടെന്ന അപ്പച്ചനെ അങ്ങോട്ട് ആംബുലൻസ് ഒക്കെ കയറ്റി. ഇവിടെ ആംബുലൻസ് ഉണ്ടെന്നാണ് മുമ്പേ പറഞ്ഞത്. നമ്മുടെ അല്ലേ സഹോദരന് അല്ലേ, പേരും മറന്നുപോയി, നമ്മുടെ ലിജോ. പാടില്ല, ബഹുമാനിക്കണം. പിള്ളേരെ ഇതെല്ലാം ശീലിപ്പിക്കണം. മാതാപിതാക്കൾ ഇതൊക്കെ പിള്ളേരെ ശീലിപ്പിച്ചെടുക്കണം. പ്രായമുള്ളവർ വരുമ്പോൾ വീട്ടിലോട്ടൊരാൾ എഴുന്നേക്കണം, ഒക്കെ ശീലിപ്പിക്കുന്നത്. പത്യോപദേശവും ചിട്ടയും വേണ്ടേ. ആരെങ്കിലും വീട്ടിൽ വന്നാൽ അന്യനോ ആരും ആയിക്കോട്ടെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, ഇതൊക്കെ ചെയ്യണ്ടേ. നിങ്ങളെല്ലാവരും കുറ്റക്കാരാന്നല്ല ഞാനീ പറഞ്ഞത്, എല്ലാം നമ്മൾ പാലിച്ചിരിക്കണം. ചില എത്ര നേരം വന്നാലും ഗ്രില്ലെ പിടിച്ച് വർത്താനം പറഞ്ഞ് നിൽക്കുള്ളൂ, അകത്തോടൊന്ന് കയറ്റി കാട്ടെ, പിന്നെ എന്നാ ഉണ്ട്, വേറെ എന്നാ ഉണ്ട്, ഓ
അവർ പറഞ്ഞു പിന്നെ എന്നെ കൊണ്ട് ചോദിച്ചു അവർ പറഞ്ഞു തൊണ്ടയുടെ വെള്ളം പറ്റി. എന്നാലും ഗ്രില്ലെന്ന് വിടുകയില്ല. അതുങ്ങൾക്ക് പച്ചവെള്ളം എല്ലാവരുടെയും കാര്യമല്ല. ആട്ടെ, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് പെന്തിക്കോസ്തുകാർ കുഞ്ഞുങ്ങളെ ബാലചിക്ഷയിലും പത്യോപദേശത്തിലും. പെൺപിള്ളേർക്ക് കോള് വരുമ്പോ അമ്മ ശ്രദ്ധിക്കണം. പാതിരാത്രി കഴിഞ്ഞ് കോള് വരുകോ, ഏറെ നേരം സംസാരിക്കോ, മുറി അടച്ചിട്ട് സംസാരിക്കോ, അടക്കത്തിൽ സംസാരിക്കേ. മമ്മി ഉറങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നേ. കൊച്ചു പെൺപിള്ളേരെ, യൗവനക്കാര്, അത് ആൺപിള്ളേരാണെങ്കിലും അടക്കത്തിൽ സംസാരിക്കുമ്പോൾ, അസമയത്ത് സംസാരിക്കുമ്പോൾ, ഏറെ നേരം സംസാരിക്കുമ്പോൾ അമ്മ ചെക്ക് ചെയ്യണം. അമ്മയ്ക്ക് മോടെ റൂമിൽ ഏത് സമയത്തും ചെല്ലാം. 10-18 വയസ്സുള്ള പ്രായമുള്ള പെൺപിള്ളേരാണെങ്കിൽ ആ പെൺപിള്ളേരുടെ റൂമിൽ അമ്മയ്ക്ക് ഏത് സമയത്തും ചെല്ലാം. അമ്മ എന്ന് ചോദിക്കണം, എന്തുവാടി, ആരോടാടി സംസാരിക്കുന്നത്? ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചു. ഇന്നലെ ഞാൻ പിന്നെ മിണ്ടിയില്ലെന്നേ ഉള്ളൂ. നീ രാത്രി 11:45 കഴിഞ്ഞപ്പം 1 മണിക്കൂറോളം സംസാരിച്ചല്ലോ, ഞാനപ്പുറം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്നും അതുപോലെ കോള് വന്നില്ല. ആരുടെ കോളാ? ഞാൻ മൊബൈൽ ഞാൻ ചിലപ്പോൾ അവള് പറയാം എൻ്റെ ഫ്രണ്ടിൻ്റെയാ. എന്നിൻ്റെ ഏത് ഫ്രണ്ട്? ബ്ലെസ്സിയുടെ. ബ്ലെസ്സി എന്തിനാ 11:45 വിളിച്ചത്? അവളെ ഒരു ഡൗട്ട്. ബ്ലെസ്സിക്ക് എന്നാ ഡൗട്ട്? അവൾക്ക് പഠിച്ച ഒരു വിഷയം. ഏത് വിഷയം? മാത്തമാറ്റിക്സ്. അവളെ കണക്കാ. അതില് രാത്രി 12:45 അവളൊരു മാത്തമാറ്റിക്സ്. ആര്? അമ്മ ചോദിക്കണ്ടേ? അമ്മ എങ്ങനെ ചോദിക്കാൻ? അമ്മയ്ക്ക് 2 കോളാ വന്നോണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ പിന്നെ വിളിക്കാം? സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. വല്ലാത്ത കാലമാണ്, ദുഷ്കാലമാണ്. ഈ ദീനാമ ഇങ്ങനെ പോയി. എന്തിനേറെ ശേഖേം പൗരൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു, കൂട്ടിക്കൊണ്ടുപോയി. എന്തിനേറെ ആകെ പരുവക്കേടായി. രൂപേന്റെ ആ സഹോദരന്മാർ, യാക്കോബിന്റെ പുത്രന്മാർ ശിമിയോനും ലേവിയും കൂടെ അപ്പന്റെ ഇഷ്ടം അനുസരിക്കാതെ വാളെടുത്ത് വേദനപ്പെട്ടിരുന്ന ശേഖേം പൗരന്മാരെ വെട്ടിക്കൊന്നു. അങ്ങനെ പറഞ്ഞ് നാറ്റിച്ചെന്ന്. ഈ വിഷയം കഴിഞ്ഞ പിന്നെ ഇവര് ശേഖേമിൽ ആടനെ തീറ്റാൻ പോയത്. അതാ അപ്പന് വെപ്രാളം. പഴയ ചുരുക്ക് വെച്ച് അവർ ചിലപ്പം തകർക്കാൻ സാധ്യത. അതുകൊണ്ട് ആ യോസേപ്പിനോട് പറഞ്ഞു, ഒന്ന് അന്വേഷിച്ചേ വരാം. അങ്ങനെ യോസേപ്പ് ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയി. ശേഖേമിൽ ചെന്നപ്പോൾ ആരോ പറഞ്ഞു ശേഖേമിലില്ല, അവര് ദോതാനിലുണ്ടെന്ന്. അങ്ങനെ യോസേപ്പ് ദോതാനിൽ ചെന്നപ്പോൾ ചേട്ടന്മാർ യോസേപ്പിനെ കണ്ടു, ദൂരെ വെച്ച് കണ്ടു, പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നു. അടുത്ത് വന്നപ്പോൾ പിടിച്ചു നിർത്തി നിലയങ്കി, ഇത് പണ്ടേ ദൃഷ്ടിയുള്ളതാ, നിലയങ്കി ഊരിയെടുത്ത് ഇവനെ വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ താട്ടി. യവൻ കൊണ്ടുവന്ന ശാപ്പാടെല്ലാം കൂടി ഇവരുടെ കരയ്ക്കിരുന്ന് കഴിച്ചു. ശാപ്പാട് കൊണ്ടുവന്നവനെ വെള്ളമില്ലാത്ത കിണറ്റിൽ തട്ടി. ഇവര് കരന്ന് ഒരു പാട്ടുമൊക്കെ പാടിയാ ഇത് കഴിക്കുന്നത്. ജീവനുള്ള സർവത്തിനും പട്ടണം നൽകും. കണ്ടു ഇതൊക്കെ വിൽക്കുന്ന കച്ചവട യോസേപ്പിനെ പിടിച്ച് വലിച്ച് കരക്കി 20 വെള്ളിക്കാശ്, അമ്മയുടെ വില പോലും ഇല്ല. 20 വെള്ളിക്കാശ് യോസേപ്പിനെ അങ്ങനെ അവര് വിറ്റു. ഇവര് യോസേപ്പിനെ പിടിച്ച് മിസ്രയീമിലോട്ട് പോയി. കമ്പോളത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞു പലരും പറഞ്ഞൊക്കാതെ വന്നു. അവന്റെ അകമ്പടാനത്തിൽ നിങ്ങൾക്ക് ആ ഭാഗം നിശ്ചിതതൊക്കെ യോസേപ്പിനെ വിലയ്ക്ക് വാങ്ങി വീട്ടിൽ ദാസ്യപ്രവർത്തിക്ക് കൊണ്ടുപോയി. ദാസ്യപ്രവർത്തിക്ക് യോസേപ്പ് കൊണ്ടുപോയെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട് യോസേപ്പ്. ആദ്യമായി 4 സ്ഥലത്തുണ്ട്. പിന്നെ രൂപൻ ഇതെല്ലാം കഴിഞ്ഞു യോസേപ്പിനെ കാണുന്നില്ല. അയ്യോ, രൂപന്റെ ചെറിയ സാക്ഷി ഉണ്ടായിരുന്നു. എങ്ങനെയും ഇവൻ രക്ഷപ്പെടുത്തി എടുക്കാൻ. രൂപൻ നോക്കിയിട്ട് കാണുന്നില്ല. ഉടനെ പറഞ്ഞൊരു കാര്യം, ഒരു കോലാട്ടുകൊറ്റനെ കോലക്കൊറ്റനെ കൊന്ന് അതിന്റെ രക്തം എടുത്ത് യോസേപ്പിന്റെ നിലയാക്കി അതിനകത്ത്. ഞാൻ ആ ഭാഗമൊക്കെ ധ്യാനിച്ചപ്പോൾ നമ്മൾ ചോദിക്കും, കോലാട്ടുകൊറ്റനെ ഈ കാര്യമുണ്ടോ? ആ കോലാട്ടുകൊറ്റന്റെ രക്തത്തിൽ യോസേപ്പിന്റെ അങ്കി മുക്കി അപ്പന് കയ്യിൽ കൊടുത്തു. അപ്പന് തപ്പലായി. കാരണം അപ്പൻ കോലാട്ടുകൊറ്റനെ കണ്ടിച്ച് അപ്പന്റെ അപ്പനെ ആപ്പാട് കൊടുത്ത് കളിപ്പിച്ച് വിതയ്ക്കുന്ന ഒയ്യുന്ന. നമ്മളെ ചില
ആലോചിക്കുമോ തന്നെ ഇങ്ങനെ എൻ്റെയൊക്കെ പിമ്പിൽ കാര്യമുണ്ട്. എൻ്റെ പിമ്പിൽ കുഞ്ഞുമായിട്ട് വെളിയിലോട്ട് പോകണം. അടുത്തിരിക്കുന്നവർക്ക് ശ്രദ്ധിക്കുക, കേൾക്കാനൊക്കാതെ കുഞ്ഞുമായിട്ട് പണി പോവുകയും ചെയ്യരുത്. ഇനി ഈ സഭയിലോട്ട് ഞാനില്ല വാ കൊച്ചെന്നും പറഞ്ഞു പോവുകയും ചെയ്യരുത്. അടുത്തവർക്ക് കേൾക്കണം. അപ്പൊ നമ്മൾ ജപാക്കരുത്. അപ്പൊ ശരിക്കും കോലത്തുകോരനെ കൊണ്ടുവന്ന് പറഞ്ഞു അതിനെ കൊണ്ട് ഭക്ഷണം ക്രമപ്പെടുത്തി ആന്നല്ലേ അപ്പന് കൊണ്ട് കൊടുത്തത്. അവിടെ അപ്പനെ കളിപ്പല്ലോ യാക്കോബ് അനുഗ്രഹമല്ല. ആ യാക്കോബിനെ താണ്ട പിള്ളേര് സൂച കോലാട്ടുകൊണ്ടിനെ നോക്കി. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നെ കേട്ടേ, ഞാൻ നിങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. എന്റെ ജീവിതത്തിൽ വന്നുപോയ അപാകത ക്ഷമിക്കണം. എന്റെ കുറവുകളെല്ലാം പൂർക്കണം. എന്നോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ജീവിതത്തിൽ സംഭവിക്കണം. ഞാനിതൊക്കെ വളരെ ഭയക്കുന്നു. മറ്റുള്ളവരെ വിളിക്കാൻ ഞാൻ ആളല്ല. ഞാൻ സമർപ്പിച്ച സ്തോത്രം. അങ്ങനെ ഇവര് അപ്പൻ്റെ ഇടയ്ക്കൊണ്ട് വന്ന് അപ്പൻ ഇതെല്ലാം കണ്ട് അന്തം വിട്ടുപോയി, കരഞ്ഞു. നിങ്ങൾ എന്നെ നിറയെ ദുഃഖത്തോടെ. യോസേപ്പിനെ അവര് വില പറഞ്ഞ് മിസ്രയീമിൽ കൊണ്ടുപോയി. നാളുകൾ കഴിഞ്ഞു, ക്ഷാമം കഠിനപ്പെട്ടു. ആ സ്വപ്നമൊക്കെ നിങ്ങൾക്ക് അറിയാം. ക്ഷാമം കഠിനപ്പെട്ട് അങ്ങനെ ചേട്ടന്മാരെല്ലാം കൂടെ ധാന്യം കൊള്ളാൻ മിസ്രയീമിൽ എത്തി. യോസേപ്പ് അന്ന് ധാന്യം ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുക. യോസേപ്പ് ദേശത്തിന് അധിപതിയായിരുന്നെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അവിടുന്ന് തന്നെ അധിപതി. നല്ല യോസേപ്പാകുന്ന യേശുക്രിസ്തു ആ സകലത്തിന്റെ. നിയന്ത്രിക്കുന്നവൻ അവിടുന്ന്. യേശുക്രിസ്തുവാണ് സകലത്തിന്റെ ഉടമസ്ഥൻ. 42-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തിയിൽ വായിക്കുന്നത് യോസേപ്പ് ദേശത്തിന് അധിപതിയായിരുന്നെന്നാ വായിച്ചേ. 42-ന്റെ 6. യോസേപ്പ് ദേശത്തിന് അധിപതിയായിരുന്നു. യോസേപ്പ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസേപ്പ് തന്നെയാ ധാന്യം വിൽക്കുന്നത്. വേറെ ആരെയും വിൽക്കാൻ ഏൽപ്പിച്ചില്ല. യോസേപ്പിന് 4-5 അളിയന്മാരുണ്ടായിരുന്നെന്നാ എന്ന് പറഞ്ഞ ആസനത്തിന്റെ ആങ്ങളമാര്, യോസേപ്പിന്റെ അളിയന്മാർ. ഒറ്റ അളിയനെ പോലും വിൽക്കാൻ ഏൽപ്പിച്ചില്ല. കാരണം ഒറ്റ അളിയനും ശരിയല്ല. അളിയനെ വിൽക്കാൻ ഏൽപ്പിച്ചാൽ അളിയൻ ആ ലോഡുമായിട്ട് മുങ്ങും. നല്ല അളിയനാ. അതുകൊണ്ട് യോസേപ്പ് തന്നെ നിന്ന് അളന്നു കൊടുക്കുക, വരുന്നവർക്കെല്ലാം കൊടുക്കുക. ആ കൊടുക്കാൻ അവൻ കഴിവുള്ളവന്. നല്ല യോസേപ്പ് ആകുന്ന യേശുവിന്റെ അടുക്കൽ വാ, നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു തരും. നീ ഏത് ജാതിയിലും ഗോത്രത്തിലും വംശത്തിലും കുലത്തിലും കുടുംബത്തിലും ഉള്ളവനാണെങ്കിലും നല്ല യോസേപ്പാകുന്ന യേശുവിന് വിഷയമല്ല. നീ അവന്റെ അടുക്കൽ വന്നാൽ നിന്റെ സ്ഥിതി അറിഞ്ഞ് നിനക്ക് അളന്നു തരും. നീ രോഗിയാണെങ്കിൽ രോഗസൗഖ്യം തരും. മാനസിക പ്രയാസമാണെങ്കിൽ അത് മാറ്റിത്തരും. നിന്റെ രക്തടിച്ച് സന്തോഷത്തെ കുടിപ്പിക്കും. നിന്റെ വിലാപത്തെ അവിടുന്ന് നൃത്തമാക്കി തീർത്ത് നിന്റെ കെട്ടുകളെ അവിടുന്ന് പൊട്ടിക്കും. മരണഭീതിയാണോ മാറ്റിത്തരും, മരണപാശമാണോ അതിനെ അടിച്ചു തരും. പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശുക്രിസ്തു, നല്ല യോസേപ്പാകുന്ന യേശുക്രിസ്തു ഈ പകൽ അവിടുന്ന് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഈ നിങ്ങൾ ആ ഭാഗം ക്ഷാമം കഠിനപ്പെട്ട് ഭൂലോകം മുഴുവൻ ക്ഷാമം വന്ന, മിസ്രയീമിൽ ക്ഷാമം, കനാനും ക്ഷാമം, ഉലകം മുഴുവൻ ക്ഷാമം. ക്ഷാമം കഠിനപ്പെട്ടപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ആഹാരത്തിന് ആദ്യം ചെന്നത് ആരുടെ അടുക്കല? ആദ്യം ചെന്നത് ഫറവോന്റെ അടുക്കല. ആദ്യം ചെന്നത് ഫറവോന്റെ അടുക്കല. അപ്പൊ എന്റെ ഭാവനയാ, ഫറവോൻ ഇങ്ങനെ സിംഹാസനത്തിലിരിക്കുക. ഒരു ഭാവന പറയുന്നതുള്ളൂ. അങ്ങനൊന്നും ആയിരിക്കുകയല്ല ഫറവോൻ. നമ്മുടെ കേരളത്തിലെയൊക്കെ രീതി വെച്ച് ഫറവോൻ തിരുമേനി, അതാ അങ്ങനെയാണല്ലോ.
തിരുമനസ് അല്ലെങ്കിൽ തിരുമേനി. അപ്പൊ ഫറോ തിരുമേനി ഇങ്ങനെ സിംഹാസനത്തിരിക്കാവോ, താടിയും മുടിയും വടിയും. തിരുമേനി, വലിയ തിരുമേനി. അപ്പോൾ ഭാജനങ്ങളെല്ലാം, സഭാജനങ്ങളെല്ലാം തിരുമേനിയെ മുഖം കാണിക്കാൻ ചെന്നപ്പോൾ, എൻ്റെ പൊന്നു തിരുമേനി ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുമേനിയോട് അങ്ങനല്ലേ അവിടെ എഴുതിയേക്കുന്നത്? ജനങ്ങളെല്ലാം കൂടെ ആഹാരത്തിന് ഫറവോനോട് നിലവിളിച്ചെന്നല്ലേ മോളെ എഴുതിയേക്കുന്നത്? നിങ്ങൾ രണ്ടും വർത്താനം പറയാന്ന്. പിന്നെ ക്ഷാമം കഠിനപ്പെട്ടപ്പോളേ 41 ഒടുവിലത്തെ ഭാഗം വായിച്ചു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ ഇസ്രായേലിൽ യോസഫിന്റെ അടുക്കൽ വന്നു. അല്ല, അതിന് മുകളിൽ ഒരു വാക്യമുണ്ട്, ഫറവോന്റെ അടുക്ക വന്നു. പിന്നെ മിസ്രയീം ദേശത്തെല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിക്കുക. അതാ ആദ്യം ഫറവോന്റെ അടുക്കല വന്നു. ഫറവോൻ ഇങ്ങനെ സിംഹാസനത്തിലിരിക്കുക, വലിയ താടി, നീണ്ട താടി, മൂടി, വടി, പിന്നെ വെളിയിൽ വെടി, അകത്തല്ല. അപ്പൊ താടിയും മുടിയും വടിയും നടയും കൊടയും ഒക്കെ ആയിട്ട് തിരുമേനി ഇങ്ങനെ. അപ്പോൾ ജനങ്ങളെല്ലാം കൂടെ തിരുമേനിയുടെ ഒക്കെ ചെന്നു. അങ്ങനെ പെട്ടെന്നൊന്നും തിരുമേനിയെ കാണാനും നോക്കത്തില്ല. അങ്ങനെ അവര് പാലസിൽ ചെന്നു. ഹൗസ് ഒരു പദവും കൂടെ ഉണ്ട്, അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. പുള്ളി ഇങ്ങനെ ഭദ്രാസനത്തിലിരിക്കുക. ആര്? തിരുമേനി. അപ്പൊ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇവര് തിരുമേനിയോട് നിലവിളിച്ചപ്പോ തിരുമേനി കുറച്ച് വെളിവുള്ളവനാ. തിരുമേനി അന്നേരം എന്നാ പറഞ്ഞ? അടുത്ത വാക്യം വായിച്ചേ മോളെ. ഉടനെ തിരുമേനി താടിയും മുടിയും അടിയൊക്കെ പിടിച്ചിരുന്ന തിരുമേനി ഉടനെ ഭാജനങ്ങളോട് പറയുക, വിശ്വാസികളോട്, നിങ്ങൾ യോസഫിന്റെ അടുക്കൽ ചെല്ലും. എടാ, നിങ്ങൾ ഇവിടെ കിടന്ന് നിലവിളിക്കാതെ നിങ്ങൾ യോസഫിന്റെ അടുക്കൽ ചെല്ലും. ഞാനിങ്ങനെ താടിയും മുടിയും അടിയായിട്ട് ഇതിനകത്ത് ഈ കൂട്ടിനകത്ത് ഇരിക്കുന്നതല്ലാതെ എന്നെ കാശിനും പുണ്ണാക്കിനും കൊള്ളുകയല്ല. നിങ്ങൾ ഈ നീണ്ട താടിയും ഈ മുടുത്ത വാടിയും ഈ കോടയും ഈ ബിൽഡിങ്ങും ഇതിന്റെ ഇണക്കെല്ലാം കണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് നിങ്ങളുടെ ആയുസ് കളയാന്നല്ലാതെ എന്നെ 5 കാശിന് കൊള്ളുകയല്ല. ഈ ക്ഷാമം മാറ്റാൻ എന്നെ കൊള്ളുകയല്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്നെ കൊള്ളത്തില്ല. എന്നെ ഓമാർ ഇതിനകത്ത് പൂട്ടി വെച്ച് പോയി ആണ്ടിലൊന്ന് വന്ന് തുറന്ന് അവർക്കുള്ള എടുത്തുകൊണ്ട് പോയി ഞാൻ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ. അവിടെ നിങ്ങൾ ഇവിടെ കിടന്ന് നിലവിളിച്ച് നിങ്ങളുടെ ആയുസ് സമയവും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ യോസേപ്പിന്റെ അടുക്കൽ ചെല്ലണം. അതെന്നാ കാര്യം? 42:6 വായിച്ചല്ലോ. യോസേപ്പ് ദേശത്തിന് അധിപതിയാ. നല്ല യോസേപ്പാകുന്ന യേശുവിന്റെ അടുക്കൽ ചെല്ലണം. നിന്റെ ക്ഷാമത്തെ മാറ്റുവാൻ കഴിവുള്ളവൻ യോസേപ്പാ. നിന്റെ രോഗത്തിന് ശമനം വരുത്തുവാൻ കഴിവുള്ളവൻ യോസേപ്പാ. നിന്റെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് തരുവാൻ കഴിവുള്ളവൻ യോസേപ്പാ. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തുവാ. നിന്നെ നിത്യതയിൽ എത്തിക്കുവാൻ കഴിവുള്ളവൻ നല്ല യോസേപ്പാകുന്ന യേശുവാ. ഫറവോനോട് അല്ല നിലവിളിക്കേണ്ടത്, യോസേപ്പിന്റെ അടുക്കൽ ചെന്നു. ആ ജനമെല്ലാം പിന്നെ യോസേപ്പിന്റെ അടുക്കൽ വന്നത്. അവൻ തന്നെയാ നിന്ന് ധാന്യം കൊടുക്കുന്നത്. മുഴുവൻ ആൾക്കാർക്ക് അളന്ന് കൊടുക്കും, വരുന്നവർക്കല്ല. കഴിവുള്ളവന്. ധനവും മാനവും പുരാതന സമ്പത്തും അവിടുത്തെ പക്കൽ നിന്ന് കൊടുക്കും. ഏത് സമയത്ത് വന്നാലും കൊടുക്കും കേട്ടോ. കാരണം അവിടുന്ന് മയങ്ങുന്നുമില്ല. അല്ലാതെ ഇത് തുറക്കുമ്പോഴേ വരാവുള്ളൂ. തുറക്കുന്ന എപ്പോഴാ? അത് എപ്പോഴും ഒന്നും തുറക്കത്തില്ല. അത് പ്രായമുള്ളവർ വന്നാൽ മതി, ചെറുപ്പക്കാരൊന്നും. ബോധ്യപ്പെടുന്നുണ്ടല്ലോ, അത് മതി. സ്തോത്രം. അത് വരുമ്പം നിങ്ങൾ ചില സാധനങ്ങളെല്ലാം വേണ്ട വേണ്ട വേണ്ട. യോസേപ്പിന്റെ ഒക്കെ വരുന്നതിനൊന്നും വേണ്ട. എണ്ണയും വേണ്ട, തിരിയും വേണ്ട, മെഴുകുതിരിയും വേണ്ട, ഉരുളുകയും വേണ്ട, മുട്ടേല് വരെയണ്ട, കമ്പും വേണ്ട, കോലും വേണ്ട, കൊടുവാളും വേണ്ട, ഒന്നും
ഒന്നും വേണ്ട, കോഴിയും വേണ്ട, പൂവൻ കോഴിയും വേണ്ട, പടക്കോഴിയും വേണ്ട. അതിനാ പുള്ളി എന്നെ അട വെച്ച് മുട്ടയിരിക്കാൻ പോകും. നീ ഇഞ്ഞു വന്നാ മതി, നീ ഇഞ്ഞു വന്നാ മതി. നിന്റെ പൈസയും വേണ്ട, പണവും വേണ്ട, നിന്റെ സ്വത്തും വേണ്ട, വസ്തുവും വേണ്ട, നിന്റെ കമ്മലും വേണ്ട, മാലയും വേണ്ട, കാശും വേണ്ട, നിന്റെ ഒന്നും അവിടത്തേക്ക് ആവശ്യമില്ല. ആമേൻ, സ്തോത്രം. ഭൂമിയോ അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിന്റെ നിവാസികൾ യഹോവയ്ക്കുള്ളതാ. അവിടത്തേക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കുമോ? നിന്റെ 50 തോട എണ്ണ എന്നാ കർത്താവ്? അയ്യോ, തൈലനദി ഒടുക്കുന്നവനാ ദൈവം. അത് നിന്റെ അരത്തോടെ എണ്ണ എന്തിനാ ദൈവത്തിന്? സ്തോത്രം, സ്തോത്രം. എന്നിട്ട് തേങ്ങായും വേണ്ട ദൈവത്തിന്. സ്തോത്രം. 2 തേങ്ങ ദൈവത്തിന്. ദൈവത്തിന് ചാറുകറി വെക്കാൻ പോവാന്നോ? മുളക് അരച്ചത് കൂട്ടി ദൈവം കുഴഞ്ഞെന്നാ ഇനി തേങ്ങ അരച്ച് ദൈവത്തിന് നിന്റെ തേങ്ങായും വേണ്ട, നിന്റെ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നിന്നെ മതി. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അടുക്കമാണ് യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാ യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം എല്ലാ യേശുവോടു ചെന്ന് നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം നല്ലോർ സഖിയേ നിർത്തിക്കേ. വയനാട്ടിൽ രീതി അറിയത്തില്ല. ഈ മാർത്തോമായിന്നും CSI പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ആരെയും ഇതിനകത്തോണ്ട് കൈ പൊക്കിക്കേ. 2, 4, 5 കൈ അങ്ങോട്ട് പോക്കാൻ. കാശ് തരാന്ന് പറഞ്ഞാൽ കൈ പൊക്കുമല്ലോ. കൈ അങ്ങോട്ട് പോകുന്ന കാണട്ടെ. അപ്പം നമുക്ക് പാടാം. പോയ സമയത്തും ഗുണമുണ്ടോ ഇല്ലോ എന്നൊന്ന് അറിയണമല്ലോ. എന്തു നല്ലോർ സഖി യേശു പാപ ദുഃഖം വഹിക്കും എല്ലാ യേശുവോടു ചെന്ന് നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാ യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളെല്ലാം ബദ്ധപ്പാടുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് പകലങ്ങ് നിർത്താം. വൈകിട്ട് നമുക്കൊന്നിച്ചുകൂടി ശേഷമുള്ള ഭാഗം ചിന്തിച്ച് വൈകിട്ട് ഒരല്പം കൂടെ നേരത്തെ വചനധ്യാനത്തിന് സമയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും താല്പര്യമാണ് നമുക്ക് വൈകിട്ട് ചിന്തിച്ച ഭാഗമെല്ലാം
പര്യവസാനിപ്പിക്കണം. നാളെ വിശുദ്ധ സഭായകമാണല്ലോ, അതിന് വേറൊരു മെസ്സേജ് പറയുവാനാണ് ആഗ്രഹം. നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നല്ല യോസേഫാകുന്ന യേശുവിൻ്റെ അടുക്ക വരിക. അവിടുന്ന് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, അവിടുന്ന് തള്ളിക്കളയത്തില്ല. നിന്റെ മുഴുവൻ പ്രശ്നങ്ങളും അവിടുന്ന് പരിഹരിച്ചു തരും. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ.